Friday. Good afternoon. Hello, sir. I am your digital assistant Friday. How may I help you? Who's Albert Einstein? Next command. Friday. Good afternoon. Hello, sir. I am your digital assistant Friday. How may I help you? Who is Albert Einstein? Next command. Sir. YouTube. Next command. Sir. ISRO Chandrayaan mission. Next command. Sir. How are you? Just doing my thing. Next command. Sir. Bye. Okay. Bye, sir. Have a good day. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രോഗ്രാമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പൈത്തൺ വെച്ചിട്ട് ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ബട്ട് നമ്മളിന്ന് അതല്ല ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പൈത്തൺ വെച്ചിട്ടൊരു വോയിസ് അസിസ്റ്റൻറ്റിനെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ഇതിൻ്റെ സോഴ്സ് കോഡ് തരുന്നതായിരിക്കും. ഓക്കെ, അതോടൊപ്പം ഇതെങ്ങനെയാണ് മെയിൻ വർക്ക് ചെയ്യുന്നത് അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. സോ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബൂം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നതാണ് ഫ്രൈഡേ. സോ ഇതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സോ ഇതിൻ്റെ സോഴ്സ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ വർക്ക് ചെയ്യില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓൾസോ ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങളുടേതായ രീതിയിൽ പേര് മാറ്റാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. സോ നിങ്ങളിത് ഫുൾ വാച്ച് ചെയ്യുക. ദെൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം വേണ്ടത് ജസ്റ്റ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ മൊഡ്യൂൾ എറർ എന്ന് പറയുക. അതായത് ഈ മൊഡ്യൂൾസൊക്കെ ഇപ്പോൾ ഈ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 10 മൊഡ്യൂൾസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്നും നിങ്ങൾ പിപ്പ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ജസ്റ്റ് അത് പിപ്പ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ പൈച്ചാമാണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ജസ്റ്റ് ഇവിടെ താഴെ ടെർമിനലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ പിപ്പ് ഇൻസ്റ്റാൾ PYTTSX3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. സോ എനിക്കിത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, കണ്ടില്ലേ. സോ ഓക്കെ, സോ റിക്വയർമെൻറ്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്. ദെൻ ഇത് പേടിക്കണ്ട, ഇത് വേറെ പിപ്പ് വേർഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഓൾസോ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ചുകൂടെ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ എന്തെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് സെറ്റിങ്സ് പോയിട്ട് സെറ്റിങ്സ്, then project python file, python interpreter, then packages, pip എടുത്തിട്ട് then ഇവിടെ ലൈക്ക് വെബ് ബ്രൗസർ കണ്ടില്ലേ. സോ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ പാക്കേജസ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാൾ ആയിക്കോളും. സോ എനിക്കിത് ആവശ്യമില്ല, രണ്ടും ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾസോ ഞാൻ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിപ്പ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. സോ പിന്നെ വരുന്നത് കുറച്ച് ഫങ്ഷൻസ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് വേണമെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ അതിനകത്ത് ഇത് ഫുൾ ഞാൻ പറയാം. അതായത് ഇതിൻ്റെ ഓരോ ലൈനും ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ഇതെന്താണെന്ന് മനസ്സിലാവുകയും നിങ്ങൾക്ക് എന്ത് എഡിറ്റിംഗ് വേണോ അതിനകത്ത് വരുത്തുകയും ചെയ്യാൻ പറ്റും. സോ ഇന്ന് ഞാൻ അത്രയും ഒന്നും പറയുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെയിൻ, അതായത് ഇവിടെ ഒരു കണ്ടീഷൻ വരുന്നത്. സോ ഇഫ് ഹൂ ബിൽഡ് മീ ഇൻ ക്വറി, അതായത് ക്വറിയാണ് നമ്മൾ പറയുന്നത്, ക്വറിയിലാണ് സേവ് ചെയ്യുന്നത്. സോ അതൊക്കെ ഇവിടെയാണ് വരുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു പാർട്ട്
അതായത് നെക്സ്റ്റ് എപ്പിസോഡിൽ വേണമെങ്കിൽ പറയാം. സോ അത് വേണമോ എന്ന്, അതായത് ഇതിനൊരു നെക്സ്റ്റ് പാർട്ട് വേണോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുകയുള്ളൂ. ദെൻ ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റിയ ഭാഗങ്ങൾ ഞാൻ ഇവിടെ പറയാം. സോ ഇവിടെ ഫ്രൈഡേ കണ്ടില്ലേ? സോ ഫ്രൈഡേ, ഹേ ബഡി ആർ യു ദെയർ, ഹേ ഫ്രൈഡേ ആർ യു ദെയർ, അങ്ങനെ. ദെൻ ഹേ ഫ്രൈഡേ, ഇതിനകത്ത് ഏത് പറഞ്ഞാലും നമ്മുടെ ഫ്രൈഡേ ജസ്റ്റ് ഓൺ ആവും. ഓക്കെ, സോ ഇത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈഡേ എന്നുള്ള പേര് മാറ്റാം. ഫ്രൈഡേ എന്നോ ലൈക്ക് റാം, അങ്ങനെ എന്ത് വേണോ കൊടുക്കാം. ഓക്കെ, സോ അതുപോലെ നിങ്ങൾക്ക് ഇനിയും ഫ്രൈഡേ പല തരത്തിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇട്ടിട്ട് ഡബിൾ കോട്ട്സ് എന്താണോ വിളിക്കേണ്ടത്, ദെൻ ഇൻ കോൾ, അങ്ങനെ ചെയ്താൽ മതി. സോ അവസാനം എല്ലാത്തിൻ്റെ അവസാനം എന്തേ നമ്മുടെ ഇതിടാൻ മറക്കരുത്. ഓക്കെ, ഈ സാധനം അതിട്ടില്ലെങ്കിൽ എററാവും. ദെൻ ഇനി ഞാൻ ഇതിനകത്ത് എന്തൊക്കെ പറ്റും എന്ന് പറയാം. സോ ഹൂ ബിൽഡ് യു എന്ന് നമ്മൾ ചോദിക്കാം. ഹൂ മേക്ക് യു, ഹൂ മെയ്ഡ് യു. ഇത് മൂന്നിൽ ഏത് ചോദിച്ചാലും ഒരേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, ബിക്കോസ് ഒരേ അർത്ഥമാണ് വരുന്നത്. സോ ദെൻ സ്പീക്ക്. ഈ സ്പീക്ക് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫ്രൈഡേ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണമെങ്കിലാണ് സ്പീക്ക് ഫങ്ഷൻ ഉപയോഗിക്കേണ്ടത്. സോ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സ്പീക്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ കോട്ട്സിനകത്ത് എന്താണോ സംസാരിക്കേണ്ടത് ജസ്റ്റ് അത് ടൈപ്പ് ചെയ്താൽ മതി. സോ അത് കഴിഞ്ഞിട്ട് വരുന്നത് വാട്സാപ്പ് ആൻഡ് ഹൗ ആർ യു. സോ നമ്മുടെ സോഷ്യൽ മീഡിയ വാട്സാപ്പ് അല്ല, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്ന വാട്സാപ്പിൽ. സോ അതാണ്. സോ അത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഡൂയിങ് മൈ തിങ്, ഐ ആം ഫൈൻ, നൈസ്, ഐ ആം ഫുൾ ഓഫ് എനർജി, ഐ ആം നൈസ് ആൻഡ് ഫുൾ ഓഫ് എനർജി. സോ ഇതിനകത്ത് ഏത് വേണോ ഫ്രൈഡേ ഇഷ്ടമുള്ളത് പറയാം. അതായത് ഒരു പ്രാവശ്യം ഹൗ ആർ യു ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഐ ആം ഫൈൻ എന്നായിരിക്കും പറയുക, ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ നൈസ് എന്നായിരിക്കും പറയുക, ചിലപ്പോൾ 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒരേന്നായിരിക്കും പറയുക. സോ അത് ഫ്രൈഡേ ആണ് ചൂസ് ചെയ്യുന്നത്. ദെൻ ഹലോ. സോ ഹലോയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ലിസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ കൊടുത്തിട്ട് സ്പീക്ക് റാൻഡം ഡോട്ട് ചോയ്സ് ആ ലിസ്റ്റിൻ്റെ പേര്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇതിപ്പോൾ പിന്നെ വരുന്നത് പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, സോ ഇത് ഒരു അടിപൊളി സംഭവമാണ്. അതായത് എൻ്റെ കമ്പ്യൂട്ടറിനകത്തുള്ള മ്യൂസിക്കിൻ്റെ പാത്താണ്. സോ ഈ ഡ്രൈവിൽ മ്യൂസിക്കിൽ ദെൻ ഇംഗ്ലീഷ് ഫോൾഡറിൽ ആ പാട്ടിൻ്റെ പേര്, പാട്ടിൻ്റെ ദെൻ ലാസ്റ്റ് .mp3. സോ നിങ്ങൾ അങ്ങനെ കൊടുത്താൽ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ദെൻ റാൻഡം ഡോട്ട്, സോ ഇങ്ങനെ ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകൾ, അതായത് കമ്പ്യൂട്ടറിൽ കിടക്കുന്ന പാട്ടുകളുടെ പാത്തുകൾ ഇങ്ങനെ കോമയിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രൈഡേ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്ത് തരും. സോ ഇപ്പോൾ ഞാനിത് കേൾപ്പിക്കാത്തത് ബിക്കോസ് എൻ്റെ ഈ ഫോൾഡറിലല്ല ഇപ്പോൾ ഈ പാട്ടുകൾ കിടക്കുന്നത്, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിപ്പോയി. സോ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിക്കാത്തത്. ഓക്കെ, സോ ദെൻ നത്തിങ് എബോട്ട് ഓർ സ്റ്റോപ്പ് ഓർ ബൈ. സോ ഇതിനകത്ത് ഏതെങ്കിലും ആണെങ്കിൽ ഓക്കെ ബൈ സർ, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞ് എക്സിറ്റ് ആവും. ദെൻ എൽസ്. സോ ഇവിടെ ചെയ്യുന്നത് ഇതിനറിഞ്ഞൂടാത്ത എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കയറുക, ദെൻ അത് നേരെ പോയി ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് തരും. സോ ഇവിടെ ഞാൻ ഹൂ ഇസ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ ഇതിനകത്ത് കയറി ഹൂ ഇസ് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് സെർച്ച് ചെയ്തു. സോ ഇതിനെക്കുറിച്ച് എല്ലാം ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ഞാൻ ഇതിൻ്റെ പാർട്ട് 2-ലായിരിക്കും തരിക. സോ പാർട്ട് 2 വേണമെന്ന് നിങ്ങൾ പറയുക കമൻറ്റിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇതിലും നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ.